പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. കാരണം വലിയൊരു ഇടവേള, അതായത് കോവിഡ് ഉണ്ടാക്കിയ ഇടവേളയ്ക്കും നിയന്ത്രണങ്ങൾക്കുമൊക്കെ ശേഷം പൂർണ്ണ പ്രൗഢിയോടുകൂടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അരങ്ങ് ഒരുങ്ങുകയാണ്. തലസ്ഥാനം മുഴുവൻ കലങ്ങൾ ഒക്കെ നിറഞ്ഞു കഴിഞ്ഞു, പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളുടെ പ്രവാഹം തുടങ്ങിക്കഴിഞ്ഞു. ബന്ധുവീടുകളിലേക്ക് ദൂരദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ക്ഷേത്രാങ്കണത്തിൽ നിന്ന് നന്ദകുമാർ ചേരുകയാണ്. ഒപ്പം ക്ഷേത്ര ഭാരവാഹികളും ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. നന്ദകുമാർ, വെരി ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ വരിക്കാശ്ശേരിയിലാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? പ്രദീപ്, ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും വരിക്കാശ്ശേരി മനയുടെ പ്രൗഢിയിൽ നിന്നും ഇനി പോകുന്നത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തെ ആ ഒരു പ്രൗഢി തന്നെയാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ തോതിലുള്ള ഒരു തിരക്കാണ് അതിരാവിലെ തന്നെ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഒരു തിരക്ക് വലിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. മണിക്കൂറുകളാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ ഇവിടെ ക്യൂ നിൽക്കുന്നത്. കാരണം ഇന്ന് 7 മണിക്ക് ശേഷമാണ് ക്ഷേത്ര ദർശനം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രത്തോളം തിരക്ക് ആറ്റുകാൽ ദേവി ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഏകദേശം 500-ലധികം ആൾക്കാർ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുകയാണ്. നമ്മളിവിടെ എത്തിയതിനു ശേഷവും ഒരു 6:30 കൂടി തന്നെ നമ്മളിവിടെ എത്തിയിരുന്നു. അപ്പോഴും ഈ ജനങ്ങളൊക്കെ തന്നെ ഇവിടെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും 7 മണിക്ക് ശേഷമാണ് ദർശനം അനുവദിച്ചിട്ടുള്ളൂ. എന്തായാലും അതിനുവേണ്ടി ദർശനത്തിനായി തന്നെയാണ് ഇവിടെ എല്ലാവരും മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആറ്റുകാൽ പൊങ്കാല ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാളോടുകൂടി ആറ്റുകാൽ പൊങ്കാലയാണ്. ലക്ഷക്കണക്കിനുള്ള അടുപ്പുകളിലേക്ക് തീ പകരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. എന്തായാലും മറ്റന്നാളത്തെ എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. എന്തായാലും ഭക്തർക്ക് ഈ ഒരു പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ക്ഷേത്ര ഭാരവാഹികൾ അടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ക്ഷേത്ര ഭാരവാഹി ശോഭയും അതോടൊപ്പം തന്നെ ചെയർമാൻ ഗീതാകുമാരി നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ നിങ്ങൾ തുടങ്ങിയ ഒരു ഒരുക്കങ്ങളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. എന്തൊക്കെയാണ് അവസാന ഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ? അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് പ്രധാനമായിട്ട് വരുന്ന പൊങ്കാല ദിവസത്തെ കാര്യങ്ങൾക്കാണ്. അപ്പോൾ പൊങ്കാല ഇടാൻ വരുന്ന സ്ത്രീകൾ തലേ ദിവസവും അതിന് മുന്നിലും ഒക്കെ വരാറുണ്ട്. അപ്പം ഈ ക്ഷേത്ര പരിസരത്ത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും, ടോയ്ലറ്റ് ആയാലും പ്രാഥമിക ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യവും, പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ 9 ദിവസവും അന്നദാനം 2 ഓഡിറ്റോറിയത്തിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. പിന്നെ ബാക്കി ജലത്തിൻ്റെ ലഭ്യത അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഞങ്ങൾ സർക്കാർ വകുപ്പുകളായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അവലോകനത്തിൻ്റെ ബേസ് ചെയ്താണ് എല്ലാം നല്ലപടി തന്നെയാണ് നടക്കുന്നത്. പിന്നെ ബാരിക്കേഡ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, ഇന്ന് താമസിച്ചാണ് നട തുറക്കുന്നത്. അപ്പോൾ നേരത്തെ വന്നവരും എല്ലാം കൂടി വളരെ തിരക്കാണ്. അപ്പോൾ സ്ത്രീകൾക്കും എല്ലാവർക്കും സൗകര്യമായിട്ട് നിൽക്കാൻ ബാരിക്കേഡുകൾ കൂടുതലായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പോലീസിൻ്റെ കണക്കനുസരിച്ച് കൂടുതൽ ഒരു 40% ഭക്തജനങ്ങൾ കൂടുതലുണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി നല്ല ചൂട് സമയമാണ്. താപനില വലിയ തോതിൽ കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ 40%-ലധികം ആൾക്കാർ വരുമെന്നറിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ക്രമീകരിച്ചത്? അല്ല, ഈ കുടിവെള്ള വിതരണം അതാണല്ലോ ഏറ്റവും ആവശ്യം. നമുക്ക് ഡീഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് നമ്മൾ ആ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്ര അഭൂതപൂർവമായ തിരക്ക് കാരണം ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. എന്നാലും ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭാരവാഹികളും ബാക്കിയുള്ള എല്ലാവരും, പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്കൊരു അപേക്ഷയുള്ളത്, നമ്മുടെ ഭക്തജനങ്ങളോട് അപേക്ഷയുള്ളത് വളരെ ശാന്തമായി ക്യൂവിൽ നിന്ന് പോകാനുള്ള ഒരു മനസ്സ് കാണിക്കണം എല്ലാവരും. എല്ലാവർക്കും ദർശനം, അമ്മയെ കാണാനുള്ളൊരവസരം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, അമ്മയുടെ അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട്, അനുഗ്രഹം ഉണ്ട് ഓൾറെഡി, അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നത് തന്നെയാണ് പൂർണ്ണ വിശ്വാസം. വലിയ തിരക്കാണ് ഇപ്പോൾ തന്നെ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉത്സവം തുടങ്ങിയ നാൾ മുതൽ വലിയ തിരക്കാണ്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തൊഴാനായിട്ടും കാലത്തെ ദൈർഘ്യത്തിന് ശേഷം ആദ്യമായിട്ടാണ്, അതായത് നിയന്ത്രണമൊന്നും ഇല്ലാത്തൊരു രീതിയിലുള്ള ആദ്യത്തെ പൊങ്കാലയാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. ഇന്നലെയും വളരെ തിരക്കായിരുന്നു.
അപ്പോൾ കഴിയുന്നതും ഈ ബാരിക്കേഡ് നിൽക്കുന്നവർക്ക് നമ്മൾ ശുദ്ധജലം കൊടുക്കാറുണ്ട് കുടിക്കാനോ എന്ന്. എങ്കിലും കുറേ സമയം നിന്നത് തലകറക്കം വന്നൊക്കെ പോകുന്നുണ്ട്. ഇവിടെ മെഡിക്കൽ ക്യാമ്പ് അവർ പ്രത്യേകം സ്റ്റാളുണ്ട്, അവർക്ക് നോക്കാൻ ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ടെങ്കിലും ഇപ്പം തന്നെ ഒരു ആളെ കൊണ്ടുപോയി. അങ്ങനെ ചൂട് കൂടുതലും പിന്നെ തിരക്കും കൂടി വരുമ്പോൾ ഉള്ള അത് നേരിടാൻ വേണ്ടിയിട്ട് വെള്ളം സ്ഥിരമായിട്ട് ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ മാക്സിമം എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ പൊങ്കാല ദിവസം അതാണ് നമ്മൾ ഏവരും കാത്തിരിക്കുന്നത്. ആ ദിവസം സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയാണ്? പൊങ്കാല ദിവസം ഇപ്പം രാവിലെ നമ്മുടെ ഈ തോറ്റംപാട്ടിൻ്റെ ഇതനുസരിച്ചാണ് രാവിലെ 10:30 മണിക്ക് പൊങ്കാല അടുപ്പ് കത്തിക്കുന്നതും അതനുസരിച്ച് 2:30 മണിക്ക് നേദിക്കുന്നതുമാണ് അതിന്. അപ്പം അതിനു മുന്നേ അവർക്ക് വേണ്ടുന്ന അതായത് എല്ലാവരും ഈ പറഞ്ഞ പോലെ ശാന്തമായി കാര്യങ്ങൾ ഇതാക്കി ചെയ്യണം. സമാധാനമായിട്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനുള്ള സൗകര്യം, ഞങ്ങളുടെ വീടൊക്കെ അടുത്തായതുകൊണ്ട് എല്ലാ സജ്ജീകരണം അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭക്തജനങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ ആണെങ്കിലും ഞങ്ങളുടെ വീട്ടുകാരെല്ലാം പൂർണ്ണ സഹകരണത്തോടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഓൾറെഡി കുറേ അടുപ്പുകൾ കൂടിക്കഴിഞ്ഞു. അപ്പം ഇതിനെല്ലാം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അന്നദാനം നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വലിയ തോതിലുള്ള ഈ സ്ക്വാഡുകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളെക്കാൾ വലിയ തോതിലാണ് സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുള്ളത്. കാരണം അത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ എന്ന നിലയിൽ അവരോടൊക്കെ എങ്ങനെയാണ് അവരുടെ ഒരു സഹകരണം? കാരണം ഒരുപാട് ഈ ആൾക്കാർ ഇത്തരത്തിലുള്ള ഈ ചെറിയ കൂട്ടായ്മകൾ സംഘങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ക്ഷേത്ര ഭാരവാഹികൾ നൽകിയിട്ടുള്ളത്? അവർക്ക് ഹെൽത്ത് കാർഡ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അവർ പറയുന്ന കുറേ നോംസ് ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഉണ്ടോ എന്നുള്ളത് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ തന്നെ ഇവിടെ സ്റ്റാളുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഭക്ഷണം കൊടുക്കുന്ന. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് സേഫ്റ്റിയുടെ അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സമയമായതുകൊണ്ട് ഒരുപാട് കൂട്ടായ്മകളൊക്കെ തന്നെ ഈ ശീതള പാനീയങ്ങളടക്കം കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ അവലോകനത്തിൽ തന്നെ അവർ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ വഴിനീളെ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നത് അത് നോക്കിയിട്ട് മാത്രമേ അവർക്ക്, അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നവർക്ക് നേരെ ആദ്യം തന്നെ അവർ അതിനുള്ള പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ എല്ലാ ഭക്ഷണം കൊടുക്കുന്ന നമ്മുടെ അന്നദാനം കൊടുക്കുന്നിടത്തായാലും എല്ലാം അവർ വന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട്. അമ്പലത്തിനുള്ളിലും കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം ആ രീതിയിൽ മാക്സിമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയുണ്ട്. ഒരുപാട് നന്ദി എന്തായാലും നമ്മളോടൊപ്പം ചേർന്നതിന്. എന്തായാലും പ്രദീപ് ആര്യ, ഇതാണ് ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ. എന്തായാലും ചൊവ്വാഴ്ച തിരുവനന്തപുരത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇപ്പോൾ തന്നെ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലയിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ജില്ലയിലെ പ്രധാന ഡിപ്പോകളിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇന്ത്യൻ റെയിൽവേയും ഏകദേശം 4ഓളം പുതിയ ട്രെയിനുകൾ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 7-8 ട്രെയിനുകൾക്ക് പ്രത്യേക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ സമയം തിരുവനന്തപുരം റെയിൽവേയിൽ ട്രെയിനുകൾ നിർത്തിയിട്ട് ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങളും ഇന്ത്യൻ റെയിൽവേയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല തമിഴ്നാട് പോലീസിന്റെ സ്പോട്ടർ അംഗങ്ങൾ ഉൾപ്പെടെ 3000 പോലീസ് ഉദ്യോഗസ്ഥർ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിച്ചായിരിക്കും ഇക്കുറി പൊങ്കാല നടത്തുക. പൊങ്കാലയ്ക്ക് എത്തുന്നവർ സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസും കൈവശം കരുതണം എന്നൊരു നിർദ്ദേശവും ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്നദാനം അതോടൊപ്പം തന്നെ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യുന്നവർക്ക് രജിസ്ട്രേഷൻ അടക്കം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്മാർട്ട് ട്രിവാൻഡ്രം എന്ന ഒരു ആപ്പ് വഴിയാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. രജിസ്ട്രേഷൻ തീയതി ഇന്നത്തോടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസുകളിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള ഒരു റിസെറ്റ് ബാൻഡ് അടക്കം ധരിച്ചു വേണം ഇത്തരത്തിൽ ഭക്ഷണ വിതരണം നടത്താൻ എന്നുള്ള കർശന നിർദ്ദേശങ്ങളും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും
ഒക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഗ്രീൻ പ്രോട്ടോകോൾ കഷ്ടമായി പാലിച്ച് അന്നദാനം, കുടിവെള്ളം അടക്കമുള്ള ശീതളപാനീയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്യുന്നത്. അതുമാത്രമല്ല, സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി അഗ്നി രക്ഷാസേന അടക്കമുള്ള സേനാ ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ ചുമതലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആറ്റുകാൽ ദേവീക്ഷേത്രം, തമ്പാനൂർ, കിള്ളിപ്പാലം, അട്ടക്കുളങ്ങര, സിറ്റി ഔട്ടർ ഭാഗങ്ങൾ എന്നിങ്ങനെ ഉത്സവ മേഖലയെ 5 സോണുകളായി തിരിച്ചാണ് അഗ്നി സുരക്ഷാ സേന അടക്കം ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആറ്റുകാൽ പൊങ്കാല സമയത്ത് പെട്രോൾ പമ്പുകൾ അടക്കമുള്ളവ അടച്ചിടണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊങ്കാല അർപ്പിക്കുന്നവർ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ നിരവധി നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ തിരക്ക് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാവിലെക്കാട്ടിലും വൈകുന്നേരമാണ് തിരക്ക് വലിയ തോതിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ മണിക്കൂറുകളോളമാണ് ഇന്ന് ആറ്റുകാൽ ദേവീക്ഷേത്ര പരിസരത്ത് രാവിലെ മുതൽ ഇപ്പോൾ ക്യൂ നിൽക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഇതിന് ഏകദേശം 2 പേർ അവർ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ്. കാരണം അത്രത്തോളം മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ആറ്റുകാൽ ദേവീക്ഷേത്ര പരിസരത്തുള്ളത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ഇനി കാത്തിരിപ്പ് ചൊവ്വാഴ്ച രാവിലെ ലക്ഷോപലക്ഷം അടുപ്പുകളിലേക്ക് തീ പടരുന്നത് വരെ മാത്രമാണ്. പ്രദീപ്, ആര്യ.